ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരു കുഴിമന്തിയും 550 രൂപയും അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ പൈസയും കൊടുത്തു കഴിഞ്ഞാൽ ഏത് പാർട്ടിക്കാരും വന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ ഈ വോട്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ അതുകൊണ്ട് 550 രൂപയും കുഴിമന്തിയും കിട്ടിയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ വന്നിട്ട് അതൊന്നും കൊടുക്കണ്ട. വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വല്ല പറിച്ച് എവിടെയെങ്കിലും താമരയോ കുളത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലങ്ങളിലോ കൊണ്ടെടുത്ത് ഇട്ട് വലിച്ചെറിഞ്ഞ് കളാം. അല്ല, ഞാൻ ഇപ്പോഴും പറയുകയാണ്, ഇത്തരത്തിലുള്ള വൃത്തികെട്ട ഈ പാർട്ടിനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നാടകങ്ങൾ നടത്തി കഴിഞ്ഞാൽ കേരളം നശിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്ത ആൾക്കാരെ ഒറ്റപ്പെടുത്തണമെന്നാണ് ഞാൻ പറയുന്നത്. ഈ നെറുകെട്ട പാർട്ടിക്ക് വോട്ട് ചെയ്ത ആൾക്കാർ ആ സ്ഥലവും ആ നെറുകെട്ട ആൾക്കാരെയും കൃത്യമായി കുഴിമന്തിയും 550 രൂപയും അതെന്താണെന്ന് നമുക്കറിയത്തില്ല. ഈ കോഴിക്കോട് ഭാഗങ്ങളിൽ, മലപ്പുറം ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഈ 550 രൂപ, 500 രൂപ, 100 രൂപ ഒരു ചിക്കൻ ബിരിയാണി, ഒരു ഇതുണ്ടല്ലോ, ഒരു ഉള്ളേക്കൊരു ചിക്കൻ ബിരിയാണിയും ഒരു അനക്കൊരു കട്ടനും എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ. ആ ശീലത്തിൽ നിന്ന് ഇവർ മാറിയിട്ടില്ല. എനിവേ, എന്തായാലും ഇതാണ് ഇവരുടെ ഒരു ശൈലി. നമ്മൾ എത്ര വേണ്ടാന്ന് വെച്ചാലും ഈ ചോദിച്ചു വാങ്ങും. ഇപ്പം കേരളത്തിൽ ഈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് 3 BJP ജയിച്ചു. ആ വിജയത്തെ അംഗീകരിക്കാതിരിക്കാൻ പറ്റത്തില്ല. കൂടുതലും ഈ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർ ഇടതുപക്ഷ അനുഭാവികളാണെന്നാണ് അവർ പറയുന്നത്. അവർക്ക് അനുഭവം എന്താണെന്നൊന്നും നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അനുഭവമാണെന്ന് പറഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിൽ ചെയ്തതായിട്ടും നമുക്കറിയത്തില്ല. എന്നാൽ സുരേഷ് ഗോപി ഏകദേശം 10 പേർക്കോ മറ്റോ അങ്ങോട്ട് ഓപ്പറേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ആൾക്കാർക്ക് വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ ആ ഫണ്ട് തിരിച്ച് ഈ അക്കൗണ്ടിലേക്ക്, ഇദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടാൽ വീണ്ടും അതേപോലെ 10 പേർക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഗവൺമെൻറ് അത് തടഞ്ഞു വെച്ചോക്കാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇപ്പം ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ വന്നിട്ടുണ്ട്, ഇവരുടെ ഇടയിൽ തന്നെ ഉണ്ട്. എന്നാൽ ഇവർക്ക് അങ്ങോട്ട് വിടാൻ വയ്യ. കാരണം ഈ BJP അനുകൂലിക്കാൻ പോകുന്ന ആൾക്കാർ ഏറ്റവും വലിയ പ്രശ്നം, അവരെ ആരും സപ്പോർട്ടൊന്നും ചെയ്തില്ല. BJPക്കാർ പോലും സപ്പോർട്ട് ചെയ്തില്ല. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്, മെയിനായിട്ടുണ്ട്. പക്ഷേ CPM-നോ കോൺഗ്രസിനോ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല. BJPയെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നവൾ ഒറ്റയ്ക്ക് തുഴഞ്ഞോണം. BJPക്കാർ ഒരു ഇത് മൈൻഡ് ചെയ്യത്തില്ല. മനസ്സിലായില്ലേ? ഈ അഖിൽമാരാറിൻ്റെയൊക്കെ തോൽവിയുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം, അഖിൽമാരിൻ്റെ ഏതെങ്കിലും ഒരു പോസ്റ്റ് ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ളതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാണത്തില്ല. അതുപോലെ BJPക്കാരുടെ ഏതെങ്കിലും പോസ്റ്റ് വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. പോട്ടെ. അപ്പോൾ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് ഇപ്പോൾ എന്തായാലും BJPയോട് അത്ര അങ്ങ് ചോർച്ചില്ല. ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് അവരാണ്. 22 സ്റ്റേറ്റ് കൂടാതെ ഇപ്പോൾ 24 സ്റ്റേറ്റായി. പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ, മെജോറിറ്റിയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ NDA എന്ന് പറയുന്ന ജോയിൻറ്റ് വെഞ്ചറാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിനകത്ത് പിന്നെ ഒരു ചെറിയൊരു വിഷമമുണ്ട്. എന്നിരുന്നാലും ഇവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ മറുപടി കൊടുത്തില്ലെങ്കിൽ പറ്റത്തില്ല. ഇപ്പം എന്തായാലും കോൺഗ്രസ് അധികാരത്തിൽ വന്നല്ലോ. എൻ്റെ സംശയം, ഈ സാരി ഉടുത്ത് നടക്കുന്ന ഇവനൊക്കെ KSRTCയിൽ ഫ്രീ ടിക്കറ്റ് ആയിരിക്കുമോ? അപ്പം കോൺഗ്രസ് എന്താ വരണം എന്നിവരെന്താ പറയാത്തത്? കോൺഗ്രസ് ആണല്ലോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആനുകൂല്യം പ്രഖ്യാപിച്ചത്. ഇപ്പോൾ ഇവരുടെ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാരെ തന്നെ പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, പെണ്ണാണെന്ന് പറഞ്ഞ് പഠിക്കും. അവർക്ക് ഈ പെൺകുട്ടികളുടെ 1000 രൂപ വെച്ച് കിട്ടുമോ? ഈ ബസ്സിനകത്ത്, KSRTC ബസ്സിനകത്ത് ഇനി അടിയിട്ടാൻ പോകുന്ന KSRTC ബസ്സിനകത്ത് കയറിയിട്ട് വരും, ഞാൻ പെണ്ണാണെന്ന് പറഞ്ഞ് ബോളം ഉണ്ടാക്കും. ജാസിയെ പോലുള്ളവന്മാരൊക്കെ അതിനകത്ത് കയറി ബോളം ഉണ്ടാക്കുന്നൊന്ന് ആലോചിച്ച് നോക്കും. ജാസിക്കൊക്കെ പിന്നെ വരുമാനമുണ്ട്, അപ്പോൾ അവരൊന്നും ബസ്സിനകത്ത് യാത്ര ചെയ്യാൻ സാധ്യതയില്ല. ബസ്സിനകത്ത് യാത്ര ചെയ്തതിനെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കും. ഇവർക്ക് ബസ് കൺസെഷൻ കിട്ടുമോ?